ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രാവിലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പും തപ്പി ഇറങ്ങിയതാ. നോക്കുമ്പോൾ നല്ല അടിപൊളി ചോപ്പ് ബസ് സ്റ്റോപ്പ്. കണ്ണനെ കൂട്ടാണ്ട് നമ്മൾ രണ്ടാളും മാത്രം വന്നതാ. കുഞ്ഞു റോഡാണെങ്കിലും 5 മിനിറ്റ് ഒരു പ്രാവശ്യം ബസ്സാ. അതുകൊണ്ട് ഡേഞ്ചറസ് ആയതുകൊണ്ട് വേണം കൂടി അല്ലേ. ഇനി എന്താ പരിപാടി? വണ്ടി ഓടിക്കുന്നതല്ലേ. ഇനി എന്തെന്നാ പരിപാടി? കണ്ണപ്പന്റെ നെക്സ്റ്റ് പരിപാടി എന്തെന്നാ പറ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ എവിടെയാ പോണ്ടേ? എവിടെയാ പോണ്ടേ? ഡാൻസ് ക്ലാസ്സില്. ഇന്ന് സൺഡേ അല്ലേ. പിന്നെ ഇല്ല, ഇനി സ്റ്റെപ്പ് എല്ലാം പ്രാക്ടീസ് ചെയ്താ? ഒന്ന് കളിച്ചു കാണിച്ചു തരുവാ? പ്രാക്ടീസ് ചെയ്ത് ഇന്നലെ അച്ഛൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ഇന്ന് അവിടെ പോയാൽ ചോദിക്കും കേട്ടാ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോന്നല്ലോ. ആ, കുറച്ച് ബാക്കോട്ട് നിൽക്കുക, എന്നാലേ കാണുള്ളൂ. പിന്നെ ഗുഡ് ബോയ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെ എഡിറ്റിംഗ് ടൈമാണ്. 8:30 to 9 മണി. എഡിറ്റ് ചെയ്യേണ്ട സമയത്തായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇവിടെ മുന്നത്തെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ കണ്ണൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകും. കണ്ണൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയല്ലോ. കഴിച്ചോ? എന്നാ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ കഴിക്കാൻ പറഞ്ഞു കൊടുക്ക്. പുട്ടും കറി എന്താ? ക്യാരറ്റ്. പിന്നെന്താ? പൊട്ടറ്റോ. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോന്ന് പറ. കറി കൂട്ടി കഴിക്ക്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ കണ്ണപ്പനെ ഡാൻസിന് കൊണ്ടുപോകുന്ന വഴി ഇവിടെ ബ്രണ്ണൻ സ്കൂളിൽ വന്നിട്ടുള്ള തലശ്ശേരി കേരളോത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ ക്ലബിൽ സെക്രട്ടറി ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് വേണം നമുക്കിനി ഡാൻസിന് പോവാൻ അല്ലേ. കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് വീട്ടിൽ കണ്ണപ്പന്റെ ഫ്രണ്ട്സ്, കണ്ണപ്പന്റെ ഫ്രണ്ടായത്, അതും കണ്ണപ്പന, 2 കണ്ണപ്പനും. ഇത് കണ്ണപ്പന്റെ അനിയത്തി. കളിക്കുന്നല്ലൊരു കണ്ടാ ഗായ്സ്, ഇത്രയും തിരക്കുള്ള പുള്ളി ഇപ്പൊ ഈ ലോകത്തെ ഉണ്ടാവില്ല. അത്രയും ബിസിയാ, ഒന്നിനും പറ്റുന്നില്ല. അത്രയും വലിയ തിരക്ക്. എപ്പ വരുവോ ഇനി? ക്രിക്കറ്റ് പ്ലേ ഡെയിലി കളിയാ അല്ലേ? എന്താണ് കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ചായ കുടിക്കുന്ന കണ്ണ. ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ. ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കുറച്ച് നേരം ഇരുന്ന് സിനിമ എല്ലാം കണ്ടല്ലോ നമ്മള്. ഇപ്പൊ ഇതാ കണ്ണൻ ചായ കുടിക്കുന്നത്. അയ്യോ, കണ്ണൻ ചായ ഇല്ല, പാലാണ്. എന്തെന്നാ കഴിക്കുന്നത്? എന്തെന്നാന്ന് പറ. വേഗം കഴിച്ചോ. കണ്ണപ്പ സൈക്കിളിനെ സൈഡാക്കി. എന്താന്ന് വെച്ചാൽ ഒരു ലോറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൻ ഓടിക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ ഇരുന്നതാ. കണ്ണന്റെ വായിൽ എന്താ ഉള്ളേ? മുട്ടായി തീർന്നാ? ആരാ മുട്ടായി തന്നെ? ഇതാരാ അടുത്തുള്ള? നിവേദേട്ടൻ. നമ്മളെ പണ്ട് വ്ളോഗെല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. കണ്ണപ്പന്റെ ഉറ്റ സുഹൃത്ത്. ഇനി സ്കൂള് കൂട്ടിയാൽ നിവേദേട്ടനും കണ്ണപ്പനും കൂടെ മൊത്തം കളിയായിരിക്കും അല്ലേ. 10 ദിവസം മോനെ ഡാൻസ് ഉണ്ട്. മോനെ ലീവുള്ള ദിവസം ഡാൻസിന് പോണം മോനെ. രാത്രിയായി. ഇനിയും കണ്ണന്റെ അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല അല്ലേ. അച്ഛൻ ഇനിയും എത്തിയിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന 9 മണിയാവാനായി. കളി കഴിഞ്ഞിട്ടില്ല പോലും അല്ല. അങ്ങനെ കണ്ണൻ ചോറെല്ലാം കഴിച്ച് ഉറങ്ങാൻ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ട് കണ്ണപ്പ എവിടെ പോന്നെ? മസാല ദോശ കഴിക്കാനാ പോന്നെ. നമ്മളെ സ്വന്തം ഷേണായിട്ടില്ലല്ലേ. ഇത് നമ്മൾ എണീക്കാനല്ലേ ലേറ്റ് ആയി. 8 മണി 8:30 എങ്ങാനും ആവാനായി. ഇപ്പൊ മാച്ചിന് പോകണം ഏട്ടന്. അതിന് മുന്നേ നമ്മള് ഷേണൈസിൽ പോയിട്ട് മസാല ദോശ കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഷേണൈസ് പോകുന്ന ഏട്ടൻ ഒരു എന്തെന്നാ എന്തോ ഒരു തരം അല്ല, സോറി, മൈസൂർ മസാല ദോശ ഇതുവരെ കേട്ടിട്ടില്ല. മൈസൂർ മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സാധാ മസാല ദോശ. കണ്ണനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കണ്ണോ, കണ്ണൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും വേണ്ട. ബൂസ്റ്റ് മസ്റ്റാ. മൈസൂർ മസാല ദോശ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓ, ആ ഫോട്ടോ എടുക്കും. ടേസ്റ്റ് ഉണ്ടോ?
ഇന്ന് അവിടുന്ന് ഷേണൈസ് പോരെ കേസരി വേണം എന്ന് പറഞ്ഞിട്ടൊരു പാഴ്സൽ വാങ്ങിച്ചതാ. നോക്കുമ്പോ ഇത് ഇരുന്ന് കഴിക്കുന്ന എനിക്കൊന്നും തരാണ്ട്. ടേസ്റ്റ് ഉണ്ട്. മുഴുവൻ കഴിക്കൂ. കണ്ണന് ലൈം റെഡി. ലൈം കുടിക്കുന്ന കണ്ണന്റെ സ്ട്രോ കണ്ടാ സൂപ്പർ ആണേ. മാച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോട്ടാ കളി? ഏറ്റവും കൂടുതൽ കണ്ട് ഞാനാ കൊടുത്തത്. അതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് എന്താണ്? വോളിബോള്, ഫുട്ബോളും ഉണ്ട് ബാക്കി. അതിനും കൂടി തോറ്റാല് സന്തോഷം, സമാധാനായിട്ട് കിടന്നുറങ്ങാം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം.